അച്ചുബു കാങ്കോ അപ്പം നമ്മളെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അതവരിരുന്ന് തിന്നുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സുഖവും സന്തോഷവും. കിട്ടിയില്ലേ? ആ ആ അപ്പം ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അത് തിന്നുന്നത് കാണുമ്പോൾ, പ്രിയപ്പെട്ടവർ അത് തിന്നുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് വെച്ച് കണ്ടവരുടെ പണം ഹോട്ടൽ ഭക്ഷണമായിട്ട് വിഴുങ്ങുമ്പോൾ കിട്ടുന്ന സുഖമല്ല, കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന പൈസ അത് വെച്ചുണ്ടാക്കി തൻ്റെ പ്രിയപ്പെട്ടവർ തിന്നുന്നത് കാണുമ്പോൾ അതാണ് ഓരോ സ്ത്രീയുടെയും ഭയങ്കര ഒരു വീട്ടമ്മമാരും അവർ വീട്ടിൽ ചെയ്യുന്ന ജോലി ഒരിക്കലും കൂലി അന്വേഷിച്ച് ചെയ്യുന്നതല്ല, അതവരുടെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലെ ഒരു മദാമ്മ എന്നെ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നീ ഡ്രസ്സ് ഇടുന്നതും ഇടാത്തതുമൊക്കെ ഒരുപോലെയാണ് എന്ന്. ഒന്നുപോലെയാണ്, ഒന്നുപോലെ. മോളെ, ഒന്നുപോലെ ഇരിക്കുന്നത് ഞാനല്ല. എനിക്ക് തോന്നുന്നു 0 പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതായത് ഉരുണ്ട് കൊഴുത്ത് തടിച്ച് ഫുട്ബോൾ പോലെ ഉരുണ്ടിട്ടാണ് ഞാനിരിക്കുന്നത്. ഒന്നുപോലെ ഇരിക്കുന്നത് നീയാണ്. നീ മറ്റുള്ളവരുടെ ശരീരത്തിനെ കുറിച്ച് ആക്ഷേപിക്കുമ്പോൾ നീ സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കുന്നത് നല്ലതായിരിക്കും. അവിടെ ഭൂതക്കണ്ണാടി വെച്ചാലെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ ഇഷ്ടമില്ല, എങ്കിലും അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുള്ളൂ. കാരണം നിനക്കൊരു ധാരണയുണ്ട്, നീ ഭയങ്കര ശോഭനയെ പോലെയാണ് ഇരിക്കുന്നത്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഞാൻ മഞ്ജു വാര്യറിനെ പോലെയാണ് ഇരിക്കുന്നത്, ഞാൻ കാവ്യമാധവനെ പോലെയാണ് ഇരിക്കുന്നത്, ഞാൻ ശോഭനേനെ പോലെയാണ് ഇരിക്കുന്നത്, ഞാൻ ഉർവശീനെ പോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെയാണ് എല്ലാ ആൾക്കാരും വിചാരിക്കുന്നത്. പക്ഷേ വേറൊരാൾ പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളിങ്ങനെയാണല്ലോ ഇരിക്കുന്നതെന്ന്. അപ്പോൾ എന്നെ കുറത്തി എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യാനും മാത്രമുള്ള ക്വാളിറ്റി മോൾക്കോ മോളിൻ്റെ അടുത്തിരിക്കുന്ന ആ അലവലാതിക്കോ ഇല്ല. മനസ്സിലായ? ഒരു കുടുംബത്തിൽ പിറന്ന ഒരുത്തനെ കല്യാണം കഴിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. നീയാണ്